എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മഹാനായ നമ്മളുടെ ശൈഖുന താജുൽ ഫുഖാഹ് ബേക്കൽ ഉസ്താദ് അദ്ദേഹം വഫാത്താകുമ്പോൾ 71 വയസ്സാണ്. ഒക്കെ നിങ്ങൾ വയസ്സിനെ സംബന്ധിച്ച് സംസാരിക്കേണ്ട എന്തെങ്കിലും ഒരു കൊല്ലത്തിൻ്റെ വ്യത്യാസമാണ്. അദ്ദേഹത്തിൻ്റെ 15 കൊല്ലത്തിൻ്റെ ശേഷമാണ് സ്കൂളെല്ലാം മതിയാക്കിയിട്ട് അയാൾ മദ്രസെല്ലാം മതിയാക്കിയിട്ട് ദർസിൽ കൂടിയത്. ഞാനും അതുപോലെ തന്നെ. പക്ഷേ അടുത്തടുത്ത സ്ഥലത്തിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. അയാൾ കിന്യ എന്ന് പറയുന്ന സ്ഥലത്തിലാണ് പഠിച്ചത്. ഞാൻ മഞ്ഞനടി എന്ന് പറയുന്ന സ്ഥലത്ത് പഠിച്ചതാണ്. അപ്പോൾ അയാൾ ഒരു അടിയൻ്റെ പുരയിലായിരുന്നു എനിക്ക് ഭക്ഷണം കഴിക്കരുത്. അങ്ങനെ സാധാരണ അയാൾ അടിയൻ്റെ പുരയിലേക്ക് വരും. അപ്പോൾ ഞാൻ ഭക്ഷണത്തിന് പോയിട്ടുണ്ടാകുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവും, ഒന്നിച്ച് ഭക്ഷണം കഴിക്കും. ഞങ്ങളുടെ ചെറുപ്പകാലം മുതൽ തന്നെ വലിയ മഹബത്തിനും വലിയ മുത്തല്യമായിരിക്കുന്ന കാലത്ത് തന്നെ വലിയ സ്നേഹത്തിൽ മഹബത്തിലായിട്ട് ഞങ്ങൾ ജീവിച്ചവരാണ്. അതിൻ്റെ ശേഷം ഞാൻ പിന്നെ മഞ്ഞാട് വിട്ട് വേറെ ദർശനത്തിലേക്ക് പോയി. ബഹുമാനപ്പെട്ട നമ്മളുടെ മർഹൂം പിന്നെ സജിബ് ഉസ്താദ് നവറല്ലാഹു ഖബറഹു, മഞ്ഞാടി ഉസ്താദ് വലിയ മഹാന്മാരാണ്, നവറല്ലാഹു ഖബറഹു. അപ്പോൾ അവരുടെ അടുത്ത് പോയി അവിടെ പഠിച്ചു. മൂപ്പര് അവിടെ നിന്ന് വിട്ടിട്ട് പിന്നെ വേറെ ദർസിലേക്ക് ആലമ്പാടി ഉസ്താദിൻ്റെ ദർസിൽ പോയി. അവിടുന്ന് പിന്നെ വേറെ ആലിക്കുഞ്ഞ് ഉസ്താദിൻ്റെ ദർസിൽ ചേർന്നു. പിന്നെ അവസാനം താജുൽ ഉലമാൻ്റെ അടുത്തെത്തി. ഞാനും അങ്ങനെ അവസാനം പിന്നെ താജുൽ ഉലമാൻ്റെ ദർസിൽ ഞാനും എത്തി. പക്ഷെ ഞാൻ പിന്നെ പോയതിൻ്റെ ശേഷമാണ് അദ്ദേഹം അവിടെ വന്ന് ചേർന്നത്. അദ്ദേഹം 1-2 കൊല്ലം ഒരു കൊല്ലം അവിടെ ഉണ്ടായിരുന്നു, 1 കൊല്ലം ചെല്ലാനുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഞാൻ ദൈവം പോയിട്ട് തഹസീലായിട്ട് വന്നിട്ട് ഞാൻ ആദ്യം ദർസ് ഏറ്റെടുത്ത സ്ഥലമാണ് സൂര്യൻ എന്ന് പറയുന്ന സ്ഥലത്ത്. മംഗലാപുരത്ത് നിന്ന് ഒരു 10-20 കിലോമീറ്റർ സുറത്തുകല്ല് കഴിഞ്ഞിട്ട് കാട്ടിപ്പുള്ള കഴിഞ്ഞിട്ട് പോകുന്ന സ്ഥലവരാണ്. അവിടെ ദർസ് ഏറ്റെടുത്തതാണ്. താജുൽ ഉലമ തുടങ്ങി തന്നതാണ്. ഞാൻ 2 കൊല്ലം ദർസ് നടത്തിയതിൻ്റെ ശേഷമാണ് അദ്ദേഹം വന്നിട്ട് അവിടെ പിന്നെ ദർസ് തുടങ്ങുന്നത്. താജുൽ ഉലമ അയാൾ ദൈവം നിന്ന് വന്നപാട് മുപ്പരോട് പറഞ്ഞു, അവിടെ മാണി അമീദ് മൈലാർ അവിടെ സൂര്യൻ ചെയ്യുന്നു, ഇവിടെ ഒഴിവാന്നെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നീ എവിടെ പോയിട്ട് നിന്നു, ഞാൻ പറഞ്ഞെന്ന് എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പറഞ്ഞയച്ചു. ഞങ്ങൾ മുമ്പേ വലിയ മഹബത്തുള്ള ഞാനൊരാൾ നല്ല ഒരാളാരെ കിട്ടുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് താജുൽ ഉലമ ഇങ്ങനെ ഇങ്ങോട്ട് അയക്കുന്നത്. അങ്ങനെ മൂപ്പരെ ഞാനവിടെ എന്നോട് പറഞ്ഞ സംഗതി, വലിയ സന്തോഷമായി, അൽഹംദുലില്ലാ, നിന്നോടി. അപ്പോൾ നാട്ടുകാരെ വാദം എന്ന് പറഞ്ഞത് നിങ്ങളങ്ങനെ പോയിക്കൂടാ, ഞങ്ങൾക്ക് നിങ്ങൾ പോകണം. അപ്പോൾ എൻ്റെ ഉമ്മാക്ക് എപ്പോൾ നോക്കുന്ന സുഖമില്ല. അപ്പോൾ നാട്ടിൽ അടുത്ത് നിൽക്കേണ്ട പോലത്തെ ഒരു അവസ്ഥയാണ് എൻ്റെത്. അപ്പോൾ ഞാൻ നാട്ടിലടുത്ത് നിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എനിക്ക് നിങ്ങളൊരു സമ്മതം തരണമെന്ന് പറഞ്ഞിട്ടെല്ലാം ചോദിച്ചിട്ട് കുറേ മാസത്തിന് ഇപ്പം ചോദിച്ചിട്ട് പിന്നെ എങ്ങനെയെങ്കിലും അവസാനം തന്നവർ പറഞ്ഞു, നിങ്ങൾ പോകുന്നെങ്കിൽ മുത്തയല്ലിമകൾ ഒറ്റൊന്നും കൊണ്ടുപോകാൻ പാടില്ല, അതെല്ലാം ഇവിടെ ആക്കിയിട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് വന്നപാട് തന്നെ 10-25 മുത്തയല്ലിമകളുണ്ടായിരുന്നു. അത് എല്ലാ മുത്തയല്ലിമകളും മൂപ്പർക്ക് വിട്ടുകൊടുത്തിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കാലം പോലെയല്ല. അന്ന് ഒരു ദർസ് തുടങ്ങിയാൽ മതി, അപ്പം മുത്തയല്ലിമകൾ കിട്ടിക്കോളും എന്ന് പേടിക്കേണ്ടിയില്ല. എനിക്ക് 10-30 ഞാൻ വന്നിട്ട് പാളമംഗളൂരിലാണ് ദർസ് തുടങ്ങിയത്. അവിടെ 10-30 ജില്ലാണ് മുത്തയല്ലിമകൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു പ്രയാസം ഇല്ലാണ്ട് ആളായി. മൂപ്പർക്കും അങ്ങനെ ഇന്ന് ഞാൻ വന്നതിൻ്റെ ശേഷം വേറെ മുത്തയല്ലിമകളെല്ലാം കിട്ടി. 2 കൊല്ലം അയാൾ അവിടുന്ന് ദർസ് നടത്തിയിട്ടാണ് പിന്നെ അയാൾ ബണ്ടുവാളി വന്ന് നിന്ന്. ഞാൻ പാളമംഗളൂരിൻ്റെ അടുത്താണ് ഈ ബണ്ടുവാൾ എന്ന് പറയുന്നത്. അയാളും അടുത്തടുത്തിട്ട് എപ്പോഴും നമ്മൾ തമ്മിൽ വന്നുകൊണ്ടും ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ട് അയാൾ ഇങ്ങോട്ട് വന്നുകൊണ്ടും എപ്പോൾ കണ്ടാലും എൽമിയായ ബഹസ് ധാരാളം സംസാരിക്കൽ വലിയ ഇഷ്ടമാണ്. വേറെ സുഖദുഃഖമൊന്നും പറയേണ്ട വലിയ കുഴക്കമൊന്നുമില്ല. വലിയ ഇത് ഞങ്ങൾക്ക് സന്തോഷം അതാണ് ഒരുമിച്ച് കൂടുമ്പോൾ. അങ്ങനെ ഉലമാക്കന്മാരായിട്ട് ധാരാളം ഈ പഠിക്കുന്നതായിരിക്കുന്ന ദർസ് നടത്തുന്ന കാലത്ത് തന്നെ വലിയതായിരിക്കുന്ന ഉസ്താദന്മാരടുത്തെല്ലാം പോയിട്ട് അവരോടൊത്ത് പല ഇൽമുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യലും സംസാരിക്കലൊക്കെ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മർഹൂം പയ്യക്ക് ഉസ്താദ് നവറല്ലാഹു മർക്കലു വലിയ അന്ന് വലിയ ഫക്കീഹ് എന്നറിയപ്പെടുന്ന വലിയ മഹാനാണ് അദ്ദേഹം. ആളടുത്ത് പോയിട്ട് പല പ്രാവശ്യം പോയിട്ടുണ്ട്. അതേപോലെ തന്നെ കീവൂർ കുഞ്ഞിപ്പ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു മഹാനാണ്, വലിയ പണ്ഡിതനാണ്. കുട്ടി കാമോസ് എന്നാണ് അവർക്ക് പേര്. വലിയ ലോകത്തിൻ്റെ അകത്ത് വലിയ മാഹിറാണ്. എല്ലാ പന്നിൻ്റെ അകത്തും വലിയ കഴിവുള്ള ആളാണ്. അയാളടുത്ത് പോയിട്ട് പല പ്രാവശ്യം ഒന്നിച്ചിട്ട് ഞങ്ങൾ പോരും ഇവിടെ പോകുന്നെങ്കിലും. അങ്ങനെ പോയിട്ട് പല സംഗതികളൊക്കെ ഞങ്ങൾക്ക് അറിയാത്തതെല്ലാം പഠിക്കും. ഇതൊക്കെയും ഞങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വലിയ ഒരു നീണ്ട കാലത്തെ സുഹബത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ
ദർസ് നടത്തൽ ഉണ്ടായി. പിന്നെ മൂപ്പരെ പിന്നെ അത് കുറേ കാലം അവിടെ 10-40 കൊല്ലത്തോളം ബേക്കത്ത് പോയിട്ട് മൂപ്പര് നിന്ന്. ഞാൻ 30 കൊല്ലത്തോളം ഇവിടെ മെച്ചമ്പാടിയിൽ നിന്ന്. അതിൻ്റെ ശേഷം ഇവിടുത്തെ സ്ഥാപനം തുടങ്ങി. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ കുറേ മണിക്കൂറുകൾ പറയേണ്ടി വരും. അതെല്ലാം നീണ്ട സംഭവമാണ്. ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് ഏകദേശം ഒരു 50 കൊല്ലത്തിനോടടുക്കും ഇൽമിൻ്റെ ആയ രംഗത്തിൻ്റെ അകത്ത് മുത്തഅല്ലിമായതിൻ്റെ ശേഷം കോളേജ് മതിയായതിൻ്റെ ശേഷം പിന്നെ അദ്ദേഹം ഏതായാലും 45 കൊല്ലം ആവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കൃത്യം അറിയില്ല ഏതുമായിട്ട്. ഇത്ര കാലം അയാൾ ദർസ് നടത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എല്ലാ ഫന്നിൻ്റെ എന്നോട് പറയും ഇന്നത് പുതിയ കിതാബ് തുടങ്ങിയിട്ടുണ്ട്, ഇന്നത് തുടങ്ങിയിട്ടുണ്ടെന്നെല്ലാം പറയും. ഞങ്ങളെ കണ്ടുമുട്ടിയെങ്കിൽ അങ്ങനെ എല്ലാ ഫന്നിലും മുമ്പ് ദർസ് നടത്തിയിട്ട് വലിയ പാണ്ഡിത്യമായി. പിന്നെ അവസാനം എം എ ഉസ്താദ് പറഞ്ഞിട്ട് പിന്നെ സഹചര്യയിൽ വന്നിട്ട് നിന്നു. ഇവിടെ സാഹചര്യം നിങ്ങൾ വന്നിട്ട് ഇത് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ സാഹചര്യം വന്നിട്ട് നിന്നു. പാകിസ്ഥാൻ സാഹചര്യം വന്നിട്ട് അവിടെ ദർസ് മുദരിസ് മാത്രമല്ല പ്രിൻസിപ്പാളും കൂടിയായി. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ നോക്കുമ്പോൾ പ്രിയമുള്ള സഹോദരന്മാരെ, വലിയതായിരിക്കുന്ന പാണ്ഡിത്യമുള്ള വലിയ ഹിമ്മത്തുള്ള വലിയൊരു മഹാനാണ് ബഹുമാനപ്പെട്ട താജുൽ ഫുഖാഹ ബേക്കൽ ഉസ്താദ്. എല്ലാം വലിയ അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് പണ്ടത്തെ കാലം പോലെയല്ല. ഇപ്പം നമ്മുടെ ദക്ഷിണ കന്നഡയിൽ കർണാടകത്തിൽ വലുതായിരിക്കുന്ന ആലിമികൾ നല്ല കിതാബ് ചെയ്യുന്ന നല്ല പാണ്ഡിത്യമുള്ളതായിരിക്കുന്ന ഉലമാക്കൾ റെഡിയായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളം ഷെയ്ഖുന തങ്ങളുടെ ശിഷ്യന്മാരായിട്ട് വന്നിവിടെ. മഞ്ഞനാടി ഉസ്താദിൻ്റെ ശിഷ്യന്മാർ, സജിപ്പ് ഉസ്താദിൻ്റെ ശിഷ്യന്മാർ, അങ്ങനെ കോട്ട ഉസ്താദിൻ്റെ ശിഷ്യന്മാർ, ഇങ്ങനെ വലുതായിരിക്കുന്ന ആലിമികളുടെ ശിഷ്യന്മാരായി ദൈവം നിന്നും വാക്യാത്തു നിന്നെല്ലാം ഫാരികായിട്ട് വന്നിട്ട് ഇവിടെ വലിയ ആലിമികളിപ്പോൾ അൽഹംദുലില്ലാ പട്ടിക്കാടും പിന്നെ നന്ദിയിൽ നിന്നിട്ടും ഇങ്ങനെ വന്നിട്ട് എല്ലാം കൂടെ നോക്കുമ്പോൾ റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് അത്ര പണ്ഡിതന്മാർ ആലിമികൾ അള്ളാഹു ചെയ്ത നിഅമത്താണ്. ഇതെല്ലാം 40 കൊല്ലത്തിൻ്റെ ശേഷമുള്ള വിഷയമാണ്. 40-50 കൊല്ലത്തിൻ്റെ പിന്നെ നമ്മുടെ താജുൽ ഫുഖാഹ അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു ആശാരമായിട്ട് കർണാടകത്തിലേക്ക് അള്ളാഹു ചെയ്ത ഒരു ഗിഫ്റ്റാണത് താജുൽ ഫുഖാഹ. അപ്പോൾ ആലിമീങ്ങൾക്കെല്ലാം അത്ര വലിയ തലച്ചൂടൊന്നും ഉണ്ടായിട്ടില്ല. മൂപ്പരുണ്ടാകുമ്പോൾ എന്ത് പ്രശ്നം വന്നെങ്കിൽ അതിന് നേരിടാനുള്ളതായിരിക്കുന്ന ഹിമ്മത്തും കരുത്തും ഇൽമുണ്ട്. ഏത് മസല ചോദിച്ചെങ്കിലും എന്ത് വാക്യത്ത് വന്നെങ്കിലും നേരിടാൻ. അപ്പോൾ ഞങ്ങൾക്ക് വലിയ പണിയൊന്നുമില്ല, തിരിഞ്ഞില്ലേ? ഞങ്ങളുടെ അങ്ങനെ ചോദിക്കാൻ ആരും വരുത്തുമില്ല, തിരിഞ്ഞില്ല. ഇപ്പം അങ്ങനെയല്ല. മൂപ്പര ഫിറാക്കോട് കൂടി എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ല ഗഫരത്ത് നിന്നിട്ട് വളർന്ന് നടക്കുക ഉള്ളവർ മൂത്താണ് മൂപ്പര. നമ്മളെല്ലാം വളർത്തിയ പോലെ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ മുണ്ടാടുന്നതോടാ നമുക്ക് നമ്മുടെ മുണ്ടാടിക്കാൻ ജനങ്ങൾ വിടുവില്ല. അപ്പോൾ ആ നിരക്ക് ഉള്ളവർ ഒരു അവസ്ഥ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇതായിരിക്കുന്ന ക്ഷീണം ബാധിച്ചിട്ടുണ്ട്, പണ്ഡിതന്മാർക്ക് പ്രത്യേകിച്ചിട്ട്. ഇവിടുത്തെ ഉമറാക്കളും നേതാക്കൾക്കും എത്ര ലക്ഷങ്ങളാണ് മുന്നാന്ന് ഇവിടെ മൗത്തിൻ്റെ സന്ദർഭത്തിൻ്റെ മരിച്ച ദിവസത്തിൻ്റെ അകത്ത് ഇവിടെ കൂടിയത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അത്രയും വലിയതായിരിക്കുന്ന ആദരവും ബഹുമാനവും മഹബത്തും സ്നേഹവുമാണത്. അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് മൂവർ പോയിട്ടാകുമ്പോൾക്ക് അത് എല്ലാവർക്കും വലിയ ആലിമീങ്ങൾക്ക് പ്രത്യേകിച്ചിട്ടും ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ക്ഷീണം എനിക്കാണ്. ഞാൻ എപ്പോഴും പരസ്പരം ഒരുമിച്ച് കൂടലും അതുപോലെ തന്നെ ഫോൺ മുഖേന സംസാരിക്കലും കാലാവസ്ഥകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയലും എന്തൊരു വാക്യത്ത് വന്നെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ട് പരിഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ട് ശരിയാക്കണം എല്ലാ വിഷയത്തിലും ഉണ്ടായിരുന്നു. അതിപ്പോൾ മൂപ്പരെ മരണത്തോടു കൂടി ഞാൻ ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. നമ്മുടെ ഹയാത്തുള്ളതായിരിക്കുന്ന പണ്ഡിതന്മാർക്ക് ആലിമീങ്ങൾക്കെല്ലാം അവരെ ഇൽമിൽ അള്ളാഹു ജാസ്തിയാക്കി കൊടുക്കട്ടെ. എല്ലാവരെയും നമ്മളെയും അവരെയും എല്ലാം ഉഖറവിയായ ഉലമായിൽ അള്ളാഹു